ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി കടായ് ദാൽ തടക്കയാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ പരിപ്പ് കറിയാണ്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് എന്തിൻ്റെ ഒപ്പം ചപ്പാത്തി, പൂരി, റൈസ്, ജീര റൈസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കടായ് ദാൽ തടക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. കുക്കറൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ബൗളിൽ ഒരു 1/2 കപ്പ് മസൂർ ദാളും ഒരു 1/4 കപ്പ് മൂങ് ദാലും, അതായത് ചെറുപയർ പരിപ്പും കൂടെ നമുക്ക് എടുക്കാം. മസൂർ ദാൽ റെഡ് ദാലാണ്, മൂങ് ദാൽ നമ്മുടെ ചെറുപയർ പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ വക നമ്മൾ ഒരു ബൗളിലോട്ട് ചേർത്തതിന് ശേഷം ഇതിലോട്ട് നല്ല ചൂട് വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മളിത് കടായിലോട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് കുക്കറിലല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കുതിർക്കാൻ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയമില്ലെങ്കിൽ ജസ്റ്റ് 10 to 15 മിനിറ്റ് വെച്ചാൽ മതി. ശേഷം വെള്ളം അത് മാറ്റി വെച്ച് നമുക്ക് ആ പരിപ്പൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു കടായി എടുക്കാം. കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ സാധാരണ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ഞുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു സവോള നന്നായിട്ടൊന്ന് വഴട്ടി നല്ലൊരു ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ, അതായത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന ആ സമയം വരെ നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയുടെ തീരെ നൈസായിട്ട് ഞുറുക്കിയതും ഒരു പച്ചമുളക് തീരെ നൈസായിട്ട് ഞുറുക്കിയതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ വക എല്ലാം നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം. ആ ഒരു പച്ചമുളക് മാറുന്നിടം വരെ ഒന്ന് വഴട്ടി കൊടുക്കാം. നന്നായിട്ട് ആ ഒരു പച്ചമുളകും ഇഞ്ചിയും ഒന്ന് വഴട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളിക്ക് ഞുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. തക്കാളിക്ക് എല്ലാം നന്നായിട്ടൊന്ന് കുക്കാവുന്നിടം വരെ ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിക്ക് ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉടങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ആ ഒരു മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പരിപ്പും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1/2 കപ്പും 1/4 കപ്പും വീതം നമുക്ക് പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് നമ്മൾ വെള്ളം ചേർക്കാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം ചേർത്ത് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു ബോയിൽ വന്നതിന് ശേഷം നോക്കിക്കോളൂ, നല്ലൊരു ബോയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉടച്ചുടച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ആ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇതുപോലെ ഉടച്ചതിന് ശേഷം നല്ലൊരു ബോയിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കടായി മാറ്റി വെച്ചതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഒരു 4 to 5 നമ്മുടെ വെളുത്തുള്ളി നീളത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് കേട്ടോ, അത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇവിടെ നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഒരു 2 വത്തലമുളക് കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സീസണിങ്, അതായത് നമ്മൾ താളിച്ചത് നമുക്ക് പരിപ്പ് കറിയിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പം ആ ഒരു ഫ്ലേവർ, ആ നെയ്യുടെ ഫ്ലേവറും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കിന് അടിപൊളിയായിട്ട് കറിയാണ് ആവുന്നത് കേട്ടോ. ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യമനുസരിച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. ഞങ്ങൾക്ക് ഇവിടെ മല്ലിയില ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബോയിൽ ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്, ബോയിലും ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ കടായ് ദാൽ തടക്കയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മൾ ഇറച്ചിക്കറി കഴിക്കുന്ന അതേ സ്വാദാണ് നമ്മുടെ ഈ ഒരു ദാൽ തടക്ക. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി
and keep smiling. Thank you for watching and bye-bye.